Hi friends, I am a caricature varaikkan aarambikkuvaayirunnu. Appoഴാണ് ഞാൻ വിചാരിച്ചത് എങ്കിലും ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ caricatures എന്ന് പറയുമ്പോൾ ഒരാളുടെ ഫേസ് എക്സാജറേറ്റ് ഫേസും ബോഡിയും എക്സാജറേറ്റ് ചെയ്ത് വരയ്ക്കുന്നതിനാണ് caricature എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് അധികം എക്സാജറേറ്റ് ചെയ്യാതെ ആണ് ഞാൻ വരയ്ക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഫേസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അധികം എക്സാജറേഷൻ എൻ്റെ ഡ്രോയിങ്സിൽ ഞാൻ കൊടുക്കാത്തത്. Caricatures ചെയ്യുമ്പോൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് വരയ്ക്കണമെന്നാണ്. ഞാൻ വരച്ച കുറച്ച് caricatures കാണിച്ചു തരാം. ഒരു പാമ്പിൻ്റെ ഡിസൈനായിട്ട് വരച്ചിട്ടുള്ളതാണ്. കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് ഫണ്ണി ആയിട്ട് വരയ്ക്കുന്നതാണ്. ഈ കാരിക്കേച്ചേഴ്സ് എന്ന് പറയുമ്പം സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാരിക്കേച്ചറാണ്. അതായത് ഈ ഫിഗറിൽ കാണുന്ന ആൾ ബാഡ്മിൻ്റൺ കളിക്കുന്ന ആളാണ്, ബാഡ്മിൻ്റൺ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും അനുസരിച്ച് അവരുടെ സ്വഭാവത്തിനനുസരിച്ചാണ് കാരിക്കേച്ചേഴ്സ് വരയ്ക്കുന്നത്. പിന്നെ കുറച്ച് എക്സാജറേറ്റും ചെയ്യാറുണ്ട്. അപ്പോൾ ഒരാളുടെ ഫേസും ബോഡിയും കുറച്ച് ഫണ്ണി ലുക്കിൽ വരയ്ക്കുന്നതിനാണ് കാരിക്കേച്ചേഴ്സ്. കാരിക്കേച്ചേഴ്സ് സാധാരണ നമ്മൾ വെഡ്ഡിങ് കാരിക്കേച്ചേഴ്സ് ചെയ്യാറുണ്ട്, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാരിക്കേച്ചേഴ്സ് ചെയ്യാറുണ്ട്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാരിക്കേച്ചേഴ്സ് ചെയ്യാറുണ്ട്. പിന്നെ വയസ്സായ ആളുകൾ ഒക്കെ റിലേറ്റഡ് ആയിട്ട് സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള കാരിക്കേച്ചേഴ്സ് ചെയ്യാറുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പെൻ ടാബ്ലറ്റാണ് കാരിക്കേച്ചേഴ്സ് വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. പെൻ ടാബ്ലറ്റ് ആകുമ്പോൾ അധികം വില കുറഞ്ഞ് കിട്ടുന്നതാണ് പെൻ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഡിസ്പ്ലേ ടാബ്ലറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ വിലയാകും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് പെൻ ടാബ്ലറ്റാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കാരിക്കേച്ചേഴ്സ് വരയ്ക്കാവുന്നതാണ്. കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ട് ഫേസ് വലുതാക്കി ബോഡി ചെറുതാക്കുക, അല്ലെങ്കിൽ ബോഡി വലുതാക്കി ഫേസ് ചെറുതാക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എക്സാജറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. കാരിക്കേച്ചേഴ്സ് വരയ്ക്കാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ജിമെയിൽ ID ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജിമെയിൽ വഴി കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാരിക്കേച്ചേഴ്സ് ഞാൻ വരച്ച് തരുന്നതാണ്. സ്വന്തമായിട്ട് വരയ്ക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് സ്വന്തമായിട്ട് തന്നെ വരയ്ക്കുക. ഞാൻ ഇതൊരു ഇൻട്രൊഡക്ഷൻ ടു കാരിക്കേച്ചർ എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഡിജിറ്റൽ കാരിക്കേച്ചേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാൻ പറ്റും. ഫോട്ടോഷോപ്പ് മാത്രം മതി, നമുക്ക് അതിൽ തന്നെ ഒരുപാട് ഡിസൈനൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ച ഡിസൈൻസ് എല്ലാം മിനിമലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി അതിൽ കൂടുതൽ ഷെയ്ഡ്സൊക്കെ ആഡ് ചെയ്യാം, കുറച്ച് 3D ലുക്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് ഡിസൈൻസും ഒക്കെ ചെയ്യാം. ഒരുപാട് കൺസെപ്റ്റ്സ് നമുക്ക് ഈ കാരിക്കേച്ചേഴ്സ് വഴി കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ചില ഫണ്ണി ഇൻസിഡൻസ് നമുക്ക് കാരിക്കേച്ചേഴ്സിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഫണ്ണി ഫീച്ചേഴ്സ് ഉണ്ടല്ലോ അത് നമുക്ക് കൊണ്ടുവരാം. സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന സ്പോർട്സ് താരത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാരിക്കേച്ചേഴ്സ് നമുക്ക് വരയ്ക്കാം. സ്വന്തം ഫേസ് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് നമ്മുടെ കാരിക്കേച്ചേഴ്സ് വരയ്ക്കാം. അപ്പോൾ വെഡ്ഡിങ്ങിനൊക്കെ തൊട്ട് മുമ്പ് നമ്മൾ കാരിക്കേച്ചേഴ്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ കാരിക്കേച്ചേഴ്സ് വരയ്ക്കാറെന്ന് പറയുമ്പോൾ നമ്മൾ ഈ അവാർഡ് ഫംഗ്ഷനൊക്കെ തൊട്ട് മുമ്പ് ഒരുപാട് പ്രൈസസൊക്കെ വിൻ ചെയ്ത ആൾക്കാരുമായിട്ടുള്ള കാരിക്കേച്ചേഴ്സ് വരയ്ക്കാറുണ്ട്. ഫണ്ണി ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കാരിക്കേച്ചറിലൂടെ നമുക്ക് ആ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാവുന്നതാണ്. ഞാൻ ഒരുപാട് ഫണ്ണി കാരിക്കേച്ചേഴ്സൊക്കെ വരയ്ക്കാറുണ്ട്. അപ്പോൾ ഒരാളുടെ സ്വഭാവം, ഒരാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ എക്സാജറേറ്റ് ചെയ്തിട്ടായിരിക്കും കാരിക്കേച്ചേഴ്സ് വരയ്ക്കുന്നത്. അപ്പോൾ അധികം എക്സാജറേറ്റ് ചെയ്യാതെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കാരിക്കേച്ചേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളായിട്ട് വെച്ചിട്ടൊക്കെ നമ്മൾ കാരിക്കേച്ചേഴ്സ് വരയ്ക്കാറുണ്ട്. അപ്പോൾ അവരുടെ ഇപ്പോൾ ഡോറയാണെങ്കിൽ ഡോറ ബുജി അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്, അതുപോലെ ചോട്ടാ ഭീം അങ്ങനെയുള്ള കാരിക്കേച്ചേഴ്സൊക്കെ നമ്മൾ വരയ്ക്കാറുണ്ട്. കാരിക്കേച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മാത്രമല്ല, നമുക്ക് പേപ്പറിലും വരയ്ക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പത്രത്തിലേക്ക് ഒരുപാട് കാരിക്കേച്ചേഴ്സ് കാണാറുണ്ടല്ലോ. നമുക്ക് ഏത് ഫണ്ണി ഇൻസിഡൻസും നമുക്ക് കാരിക്കേച്ചേഴ്സായിട്ട് വരച്ച് നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ കാരിക്കേച്ചേഴ്സ് വരയ്ക്കാൻ കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഫേസ് കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിഹ്ന് കുറച്ച് താക്കണം, അങ്ങനത്തെ കുറച്ച് പ്രൊപ്പോർഷനാലിറ്റി റൂൾസൊക്കെ ഉണ്ട്. പക്ഷേ സാധാരണ കാരിക്കേച്ചേഴ്സ് വരയ്ക്കുമ്പോൾ അതൊന്നും നോക്കാറില്ല, നമ്മൾ ജസ്റ്റ് വരയ്ക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ഞാൻ കാണിച്ചതെല്ലാം കാരിക്കേച്ചേഴ്സ് എല്ലാം ഞാൻ ജസ്റ്റ് കാർട്ടൂൺ രീതിയിലാണ് വരച്ചിട്ടുള്ളത്. കുറച്ചുകൂടെ എക്സാജറേറ്റ് ചെയ്ത് നമുക്ക് ഫേസൊക്കെ വലുതാക്കി പ്രൊപ്പോർഷനാലിറ്റിയൊക്കെ നോക്കിയിട്ട് കുറച്ച് ലൈറ്റും ഷാഡോ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോട്ടോഷോപ്പിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. കാരിക്കേച്ചേഴ്സ് വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. സ്വന്തമായിട്ട് വരയ്ക്കാൻ കഴിവുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് സ്വന്തമായിട്ട് തന്നെ വരയ്ക്കുക. ഇനി അടിപൊളി വെറൈറ്റി കണ്ടൻസുമായിട്ട് ഈ ചാനലിൽ കാണാം. അതുവരെ ബൈ ഫ്രം പൂക്കളം ടീം.